നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18-ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത എന്നുള്ള അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഭഗവാൻ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത, ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത, ഇതിന്റെ എല്ലാം ഗുണഭേദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 തരത്തിലുള്ള ജ്ഞാനം: സാത്വികമായിട്ടുള്ള ജ്ഞാനം, രജോ ഗുണത്തിലുള്ള ജ്ഞാനം, അതേപോലെ തമോ ഗുണത്തിലുള്ള ജ്ഞാനം, കർമ്മം, സാത്വികമായിട്ടുള്ള കർമ്മം, രജോ ഗുണത്തിലുള്ള കർമ്മം, അതുപോലെ തമോ ഗുണത്തിലുള്ള കർമ്മം. അതിനുശേഷം രജോ ഗുണത്തിലും സാത്വിക ഗുണത്തിലും തമോ ഗുണത്തിലുമുള്ള കർത്താവ്. ജ്ഞാതാവിന്റെയും കർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഗുണഭേദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ. ഇനി നമ്മൾക്ക് 29-ാമത്തെ ശ്ലോകം മുതലാണ് വായിക്കാനുള്ളത്. 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ബുദ്ധിയുടെയും നിശ്ചയത്തിന്റെയും ഗുണഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബുദ്ധി, ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം, ഇതിനും ഗുണഭേദങ്ങളുണ്ട്. സത്വരജസ്തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗമുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് 29-ാമത്തെ ശ്ലോകത്തിൽ. ബുദ്ധേർഭേദം ധൃതൈശ്ചൈവ ഗുണദാസ്ത്രിവിധം ശൃണു പ്രോച്യമാൻ അശേഷേണ പൃഥക്തേന ധനഞ്ജയ. ബുദ്ധിക്കും നിശ്ചയത്തിനും, ധൃതി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നതിനെയാണ് ധൃതി എന്ന് പറയുന്നത്. നിശ്ചയം, നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിന്റെ മുന്നേ ഒരു തീരുമാനമെടുക്കും. തീരുമാനമെടുത്തതിന് ശേഷമാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അതിനാണ് ധൃതി എന്ന് പറയുന്നത്. ആ തീരുമാനമെടുക്കുന്ന ആ പ്രോസസ്സിനാണ് ധൃതി എന്ന് പറയുന്നത്. അപ്പോൾ ധൃതിയാണെങ്കിലും, അതായത് തീരുമാനം എടുക്കുന്നത് 3 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. അതേപോലെ ബുദ്ധിയെയും ഇവിടെ ഭഗവാൻ 3 തരത്തിൽ വിഭജിച്ച് പറയാൻ പോകുന്നുണ്ട്. രജോ ഗുണത്തിലും സാത്വിക ഗുണത്തിലും തമോ ഗുണത്തിലും ബുദ്ധിയുണ്ട് എന്നാണ് പറയുന്നത്. ആ ബുദ്ധിയുടെ ഭേദങ്ങളെ കുറിച്ചും നിശ്ചയത്തിന്റെ, ധൃതിയുടെ ഭേദങ്ങളെ കുറിച്ചും പറഞ്ഞു തരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ബുദ്ധിയും ധൃതിയും 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം 30-ാമത്തെ ശ്ലോകം മുതൽ ബുദ്ധിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. സാത്വികമായിട്ടുള്ള ബുദ്ധി, രജോ ഗുണത്തിലുള്ള ബുദ്ധി, അതേപോലെ തമോ ഗുണത്തിലുള്ള ബുദ്ധി. അപ്പോൾ നമ്മൾക്ക് ഈ ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. കാരണം 32-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ബുദ്ധിയുടെ ഗുണഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 29 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. 29-ാമത്തെ ശ്ലോകം മുതൽ വായിച്ചോളൂ. 29 മുതൽ 32 വരെയുള്ള ശ്ലോകം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കാം? ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ധന്യവാദം. വായിക്കാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബുദ്ധേർഭേദം ധൃതശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. വിവർത്തനം. ഹേ ധനഞ്ജയ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ദൃഢനിശ്ചയങ്ങളും അറിവുകളുമുണ്ട്. അവയെക്കുറിച്ച് ഇനി വിവരിച്ചു തരാം, കേട്ടോളൂ. ഭാവാർത്ഥം. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനി എന്നിവ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുമ്മൂന്ന് വിധത്തിൽ വിഭജിക്കപ്പെടുന്നതെങ്ങനെയെന്ന് വിവരിച്ച ശേഷം കർത്താവിന്റെ ബുദ്ധിയെയും നിശ്ചയദാർഢ്യത്തെയും ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിഭജിക്കാമെന്ന് ഭഗവാൻ വിശദീകരിക്കുന്നു. ശ്ലോകം 30. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധിഃ സാ പാർത്ഥ സാത്വികി. വിവർത്തനം. കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതുമെന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതുമെന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നതെന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. ഭാവാർത്ഥം. ശാസ്ത്ര നിർദ്ദേശങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതിനെ അഥവാ അനുഷ്ഠാനാർഹങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് പ്രവൃത്തി എന്നു പറയുന്നത്. അവയ്ക്ക് വിരുദ്ധങ്ങളായവ ചെയ്തുകൂടാ. ശാസ്ത്രങ്ങളുടെ മാർഗനിർദ്ദേശം അറിഞ്ഞുകൂടാത്തവർ കർമ്മ പ്രതികർമ്മങ്ങളുടെ ശൃംഖലയിൽ കുടുങ്ങിപ്പോകും. അങ്ങനെ ബുദ്ധി കൊണ്ട് വിവേചനം ചെയ്യുന്ന അറിവ് സാത്വികമാകുന്നു. ശ്ലോകം 31. യയാ ധർമ്മമധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിഃ സാ പാർത്ഥ രാജസി. വിവർത്തനം. പാർത്ഥ, ധർമ്മമെന്ത് അധർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. ശ്ലോകം 32. അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥ താമസി. വിവർത്തനം. ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. ഭാവാർത്ഥം. തമോ ഗുണത്താൽ പ്രേരിതമായ ബുദ്ധി എപ്പോഴും ശരിയായ മാർഗം വിട്ട് അതിനെതിരായ വഴിക്കാണ് നീങ്ങുക. ശരിയായ ധർമ്മത്തെ ത്യജിച്ച് അയഥാർത്ഥ ധർമ്മങ്ങളെ സ്വീകരിക്കും. താമസ സ്വഭാവി ഒരു മഹാത്മാവിനെ സാധാരണക്കാരനായും വെറും ഒരു മനുഷ്യനെ മഹാത്മാവായും കരുതും. അവർ സത്യത്തെ അസത്യമാണെന്ന് കരുതുകയും അസത്യത്തെ സത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഏതു വിഷയത്തിലും തെറ്റായ വഴിയാണ് അവർ സ്വീകരിക്കുക. തന്മൂലം അവരുടെ ബുദ്ധി താമസം, ഇരുളടഞ്ഞത് എന്നറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യവാദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഒരു വ്യക്തിയുടെ ബുദ്ധിയും നിശ്ചയവും 3 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതും ഗുണങ്ങൾക്കനുസരിച്ച് വിഭജിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 3 ടൈപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. 3 തരത്തിലുള്ള ബുദ്ധിയുണ്ട്. അതേപോലെ 3 തരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളുമുണ്ട്. അത് പറയാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ വിഭജിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൽ ആദ്യം ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ബുദ്ധിയെ കുറിച്ചാണ്. ബുദ്ധി 3 തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. സാത്വികമായിട്ടുള്ള ബുദ്ധി, രജോ ഗുണത്തിലുള്ള ബുദ്ധി, അതേപോലെ തമോ ഗുണത്തിലുള്ള ബുദ്ധി. ആദ്യം ഭഗവാൻ സാത്വികമായിട്ടുള്ള ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു തന്നു. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, സാത്വികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 30ാമത്തെ ശ്ലോകത്തിലാണ് സാത്വികമായിട്ടുള്ള ബുദ്ധിയെ കുറിച്ച് പറയുന്നത്. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാത് അകാര്യേ ഭയ അഭയേ ബന്ധം മോക്ഷം ചയാവേതി ബുദ്ധി സാ പാർത്ഥ സത്വികി. സാത്വികമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് എന്തെല്ലാം തിരിച്ചറിയാൻ സാധിക്കും? പ്രവൃത്തിം ച നിവൃത്തിം ച. എന്താണ് പ്രവൃത്തി? അതായത് എന്താണ് ചെയ്യേണ്ടത്? ശാസ്ത്ര നിർദ്ദേശപ്രകാരമുള്ള കർമ്മത്തിനെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ചെയ്യേണ്ടതാണ്, ഇത് പ്രവൃത്തിയാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചെയ്യേണ്ടതാണ്. നിവൃത്തി, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് ശാസ്ത്രവിഹിതമല്ല, അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല
എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കും. അതാണ് പ്രവൃത്തിച്ച നിവർത്തിച്ച. കാര്യ അകാര്യം. കാര്യം എന്ന് പറയുന്നത് കടമയാണ്. ഇതെന്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അകാര്യം, ഇതെന്റെ കടമയല്ല, ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും തീരുമാനിക്കാൻ സാധിക്കും. ഭയാഭയം, എന്തിനെയാണ് ഭയക്കേണ്ടത്, എന്തിനെയാണ് ഭയക്കേണ്ടാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബന്ധം മോക്ഷം ചെയ്യാൻ വേണ്ടി, ഈ കാര്യങ്ങൾ എന്നെ കൂടുതൽ ഭൗതികമായിട്ട് കൊടുക്കുന്നതാണ്, അതാണ് ബന്ധം. ഈ കാര്യങ്ങൾ എന്നെ മോചിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. ബന്ധം മോക്ഷം ചെയ്യാൻ വേണ്ടി, ഈ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടാകും, എനിക്ക് കൂടുതൽ മോചനമുണ്ടാകും എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ബുദ്ധിയാണ് സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. സാത്വികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് പുണ്യവും പാപവും തിരിച്ചറിയാൻ സാധിക്കും. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. തന്റെ കടമയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും. ആരെയാണ് ഭയക്കേണ്ടത്, ആരെയാണ് ഭയപ്പെടേണ്ടാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് പ്രവൃത്തികളാണ് നമ്മളെ കൂടുതൽ ഭൗതികമായിട്ട് കൊടുക്കുന്നത്, ഏത് പ്രവൃത്തികളാണ് നമ്മളെ മോക്ഷമാർഗത്തിലേക്ക് എത്തിക്കുന്നത്, ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ബുദ്ധി, കൃത്യമായിട്ട് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സാത്വികമായിട്ടുള്ള ബുദ്ധിയാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സാത്വിക ബുദ്ധിയുടെ ലക്ഷണങ്ങളാണ്. 31ാമത്തെ ശ്ലോകത്തിൽ രജോ ഗുണത്തിലുള്ള ബുദ്ധിയെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. രജോ ഗുണത്തിലുള്ള ബുദ്ധി കൊണ്ട് എന്താണ്, അതിന്റെ ലക്ഷണം എന്താണ് എന്ന് പറയുന്നത്. യയാ ധർമ്മം അധർമ്മം ച കാര്യം ച അകാര്യമേവ ച അയഥാവത് പ്രജാനാദി ബുദ്ധി സാപാർത്ഥ രാജസ്യ. ബുദ്ധി രജോ ഗുണത്തിലായി കഴിഞ്ഞാൽ സംഭവിക്കും. യയാ ധർമ്മം അധർമ്മം ച, ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം, അതുപോലെ എന്താണ് കടമ എന്താണ് കടമയല്ലാത്തത്, ഇത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അയഥാവത് പ്രജാനാദി, യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. ഈ രജോഗുണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ധർമ്മവും അധർമ്മവും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ, കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ധർമ്മം എന്താണെന്നും അധർമ്മം എന്താണെന്നും പൊതുവിൽ അറിയാം, പക്ഷേ കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആ ഒരു സംശയാത്മകമായിട്ടുള്ള ബുദ്ധിയാണ്, കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ബുദ്ധിയാണ് രജോ ഗുണത്തിലുള്ള ബുദ്ധി എന്ന് പറയുന്നത്. അയഥാവത് പ്രചാനാത്, അയഥാവത് ശരിയായിട്ടല്ലാതെ ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല, കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബുദ്ധി രജോ ഗുണത്തിലായി പോയി എന്നാണ് അർത്ഥം. സാത്വികഗുണത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും, ഇതാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രജോ ഗുണത്തിലാകുമ്പോൾ സംശയമാവും, ഇതാണോ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത് എന്ന് സംശയമുണ്ടാകും. ആ സംശയത്തിന് ഇടയാക്കാൻ കാരണം രജോ ഗുണമാണ്, രജോ ഗുണത്തിലുള്ള ബുദ്ധിയാണ് എന്ന് പറയും. പിന്നീട് തമോ ഗുണത്തിലുള്ള ബുദ്ധിയെ കുറിച്ച് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 32ാമത്തെ ശ്ലോകത്തിൽ. അധർമ്മം ധർമ്മവിദ്യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ ബുദ്ധിസാപാർത്ഥ താമസി. ബുദ്ധി തമോ ഗുണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിപരീതമായിട്ടാണ് മനസ്സിലാക്കുന്നത്, എല്ലാം തലതിരിച്ചാണ് മനസ്സിലാക്കുന്നത്. ധർമ്മം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അധർമ്മമാണെന്ന് വിചാരിക്കും, സത്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കള്ളത്തരമാണെന്ന് വിചാരിക്കും, അല്ലെ? അങ്ങനെ എല്ലാം വിപരീതമായിട്ട്, അധർമ്മമാണെങ്കിൽ അത് സ്വീകരിക്കും, ധർമ്മമായി കരുതി സ്വീകരിക്കും. ഇങ്ങനെ എല്ലാം തലതിരിച്ച് മനസ്സിലാക്കുന്ന ബുദ്ധിയാണ് തമോ ഗുണത്തിലുള്ള ബുദ്ധി എന്ന് പറയും. അവർക്ക് ആത്മീയമായിട്ട് കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, അവരെ എല്ലാ സമയത്തും വിപരീതമായിട്ടുള്ള മാർഗത്തിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ശിലഭുപാന്തര ഭാവത്തിൽ പറയുന്നത് അവര് മഹാന്മാരായിട്ടുള്ള ആളുകളെ സാധാരണക്കാരായിട്ട് കണക്കാക്കും, അല്ലെ? അവർ വലിയ ഭഗവാന്റെ ഭക്തന്മാരായിരിക്കാം, പക്ഷെ
അവരുടെ ആ മഹത്വം തമോ ഗുണത്തിലുള്ളവർക്ക് തമോ ഗുണത്തിലെ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് സാധാരണ ആണെന്ന് വിചാരിക്കും. ഇനി ഏതെങ്കിലും ഒരു സാധാരണ ഒരാള് കുറച്ച് മാജിക് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു സ്വഭാവ ഗുണം ഇല്ല, പക്ഷെ കുറച്ച് സിദ്ധികളൊക്കെ പ്രകടിപ്പിച്ച് മാജിക്കുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അയാളെ വലിയ ആളായിട്ട് കരുതാക്കുന്നത്, എന്നിട്ട് അവരുടെ പുറകെ പോകും. ഇങ്ങനെ എളുപ്പത്തിൽ പറ്റിക്കപ്പെടും. തമോഗുണത്തിലുള്ള ബുദ്ധി കൊണ്ട് തമോഗുണത്തിലുള്ള ബുദ്ധിയുള്ളവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കും. കാരണം അവരെല്ലാം തലതിരിച്ചാണ് മനസ്സിലാക്കുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ധർമ്മത്തെ അവർ അധർമ്മമായിട്ട് മനസ്സിലാക്കുന്നു. അല്ലെ, ചില ആളുകൾക്ക് ഗംഗയിൽ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഗംഗയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ധർമ്മത്തിന് വിപരീതമാണ്. പക്ഷെ ചില ആളുകൾക്ക് മറ്റു ജീവികളെ കൊന്നു തിന്നുക എന്ന് പറയുന്നത് അവരുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്. അല്ലെ, മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് ധർമ്മമായിട്ട് അവർ കരുതുന്നു. അത് യഥാർത്ഥ ധർമ്മമല്ല, അത് വിപരീതമായിട്ടാണ് അവര് മനസ്സിലാക്കുന്നത്. തമോ ഗുണത്തിലുള്ള ബുദ്ധി കൊണ്ട് യഥാർത്ഥ ധർമ്മത്തിനെ അധർമ്മമായിട്ടും അധർമ്മത്തിനെ ധർമ്മമായിട്ടും മനസ്സിലാക്കും. ഇത് തമോ ഗുണത്തിലുള്ള ബുദ്ധിയാണ് എന്നാണ് പറയുന്നത്. സർവാർത്ഥാൻ വിപരീതാംശ, എല്ലാം വിപരീതമായിട്ടാണ് അവര് മനസ്സിലാക്കുന്നത്. അത് തമോ ഗുണത്തിലുള്ള ബുദ്ധിയുടെ ലക്ഷണമാണ് എന്ന് പറയുന്നത്. വിപരീതമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഭഗവാൻ നിശ്ചയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ധൃതി, പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ എടുക്കുന്ന തീരുമാനം. ആ തീരുമാനങ്ങളും 3 തരത്തിലുണ്ട്, സത്വരജസ്തമോ ഗുണങ്ങളിലുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അത് നമുക്ക് വായിക്കാം. അതിനു മുന്നേ ഈ 3 ശ്ലോകങ്ങളിൽ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. സംശയമൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് 33 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ സത്വരജസ്തമോ ഗുണങ്ങളിലുള്ള നിശ്ചയത്തെ കുറിച്ചാണ് പറയുന്നത്, തീരുമാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾക്ക് വായിക്കാം. 33 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചു. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ സൗജി. തുളസി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധൃത്യായയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയഃ യോഗേന വ്യഭിചാരീണ ധൃതി സാ പാർത്ഥ സാത്വികി. ഹേ പാർത്ഥ, യോഗാനുഷ്ഠാനത്തിൽ നിലനിർത്തിയതും ദൃഢമായതും മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുമായ നിശ്ചയം സാത്വികമാണ്. ഭാവാർത്ഥം: പരമജ്ഞാനത്തിനുള്ള ഒരു മാർഗമാണ് യോഗം. സ്ഥിര നിശ്ചയത്തോടെ മനസ്സിന്റെയും പ്രാണന്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളെയെല്ലാം നിരന്തരം പരമാത്മാവിൽ കേന്ദ്രീകരിക്കുന്നവൻ കൃഷ്ണാവബോധത്തിൽ മുഴുകുന്നു. അത്തരത്തിലുള്ള നിശ്ചയദാർഢ്യം സാത്വികവുമാണ്. അവ്യഭിചാരിണ്യ എന്ന വാക്ക് ഇവിടെ സാരവത്താണ്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയവരെ മറ്റു പ്രവൃത്തികൾ ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിപ്പിക്കില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശ്ലോകം 34. യയാ തൂ ധർമ്മകാമാർത്താൻ ധൃത്യാധാരയതേർജുന പ്രസംഗേന ഫലകാംക്ഷി ധൃതി സാ പാർത്ഥിരാജസി. അല്ലയോ അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണോ മനുഷ്യൻ ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ സ്വീകരിക്കുന്നത്, അവയിലുള്ള അത്യാസക്തി കൊണ്ട് ഫലകാംക്ഷിയായി തീരുന്നത്, ആ നിശ്ചയം രാജസമാകുന്നു. ഭാവാർത്ഥം: മതപരവും സാമ്പത്തികവുമായ മേഖലയിൽ ഫലോത്തിഷ്ഠ കർമ്മങ്ങളിൽ വ്യാപൃതനും ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ മാത്രം സുഖം കണ്ടെത്തുന്നവനും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്നിവയെ ഈ വിധത്തിൽ വ്യാപരിപ്പിക്കുന്നവനും രാജസഗുണത്തിൽ വർത്തിക്കുന്നു. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതി സാ പാർത്ഥ താമസി. ഹരേ കൃഷ്ണ. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം, ഭയം, വ്യസനം, വിഷാദം, മതം എന്നിവയ്ക്ക് അതീതമല്ലാത്ത ബുദ്ധിശൂന്യമായ നിശ്ചയം തമോ ഗുണത്തിലുള്ളതാണ്. ഭാവാർത്ഥം: സാത്വിക സ്വഭാവിയായ ഒരാൾ സ്വപ്നം കാണുകയില്ലെന്ന് അനുമാനിക്കരുത്. ഇവിടെ സ്വപ്നം എന്ന വാക്ക്
ആവശ്യത്തിന് അധികമായ ഉറക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വഭാവം താമസമാകട്ടെ, രാജസമാകട്ടെ, സാത്വികമാകട്ടെ, എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണുന്നത് സ്വാഭാവികമായി ഉള്ളതാണ്. ആവശ്യത്തിലേറെ ഉറങ്ങുകയോ ഭൗതിക സുഖഭോഗങ്ങളിൽ അഭിമാനം കൊള്ളുകയോ ഈ ലോകത്തിൽ അതീശാവിശം അവകാശം സ്ഥാപിക്കാമെന്ന് കിനാവ് കണ്ട് അതിനുവേണ്ടി മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയെ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ ധൃതിയാണ് താമസം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു തുളസി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ 3 തരത്തിലുള്ള നിശ്ചയത്തെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. 3 തരത്തിലുള്ള തീരുമാനങ്ങൾ, ധൃതി. ആ ധൃതിയും സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ സാത്വികമായിട്ടുള്ള ധൃതിയെ കുറിച്ച് എന്താണ് പറയുന്നത്? ധൃത്യായയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയ ക്രിയാഃ യോഗേന അഭ്യഭിചാരിണ്യ ധൃതി സാ പാർത്ഥ സാത്വികി. ഏതു നിശ്ചയം കൊണ്ടാണോ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ നിയന്ത്രിച്ച് പരമാത്മാവിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്, ആ ധൃതി, ആ നിശ്ചയം സാത്വികമായിട്ടുള്ള നിശ്ചയമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിശ്ചയം, അതിനുശേഷം അതിനെ ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചുവിടാൻ എടുക്കുന്ന തീരുമാനം, ആ ഒരു തീരുമാനം സാത്വിക ഗുണത്തിലുള്ള തീരുമാനമാണ്, സാത്വികമായിട്ടുള്ള ധൃതിയാണ് എന്നാണ് പറയുന്നത്. അല്ലെ? അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ധൃതി, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ധൃതി സാത്വികമാണ്. അല്ലെ? ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭഗവാന്റെ ആരതി ചെയ്യും, മംഗളാരതി ചെയ്യും. ദിവസവും ഞാൻ ഭഗവാന്റെ നാമം ജപിക്കും, 16 മാല ജപിക്കും, ദിവസവും ഭാഗവതം വായിക്കും, ദിവസവും ഭഗവത്ഗീത വായിക്കും. ഇങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് സാത്വികമായിട്ടുള്ള ധൃതിയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ യമനിയമങ്ങൾ പാലിക്കും, ഇതൊക്കെ അങ്ങനെ തീരുമാനമെടുക്കുന്നത്, ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് സാത്വികമായിട്ടുള്ള ധൃതിയിലാണ്. കാരണം എന്താണ്? അതിനൊക്കെ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ആവശ്യമാണ്. മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഇല്ലെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ, ഭഗവത് സേവനത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ സാത്വികമായിട്ടുള്ള ധൃതി കൊണ്ടാണ്, സാത്വികമായിട്ടുള്ള തീരുമാനമാണ് എന്ന് പറയുന്നത്. രജോ ഗുണത്തിലുള്ള തീരുമാനം എന്താണെന്നാണ് പറയുന്നത്? ധർമ്മകാമാർത്ഥാൻ ധൃത്യാധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥ രാജസി. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാം, കുറെ പണം സമ്പാദിക്കാം, അല്ലെങ്കിൽ പേര് സമ്പാദിക്കാം, അല്ലെങ്കിൽ പ്രശസ്തി സമ്പാദിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം എന്ന് തീരുമാനിക്കുന്നത്, കർമ്മഫലം ഇച്ഛിച്ചുകൊണ്ട് എന്തെങ്കിലും കർമ്മം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് രജോ ഗുണത്തിലുള്ള ധൃതിയാണ്. ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് തീരുമാനിക്കുന്നത്, ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് രജോ ഗുണത്തിലുള്ള ധൃതി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അവർ മനസ്സിനെ നിയന്ത്രിക്കാനല്ല ശ്രമിക്കുന്നത്, ഭൗതിക കർമ്മങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കാം, എന്നിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാം, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാം. ആ തീരുമാനം എടുക്കുന്നത് രജോ ഗുണത്തിലുള്ള ധൃതി കൊണ്ടാണ് എന്ന് പറയുന്നത്. തമോ ഗുണത്തിലുള്ള ധൃതിയാണെങ്കിൽ എന്താണ് തീരുമാനം എന്നിവിടെ പറയുന്നുണ്ട്. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവച്ച ന വിമുഞ്ചതി ദുർമേധ ധൃതി സാ പാർത്ഥ താമസി. തമോ ഗുണത്തിലുള്ള ധൃതിയാണെങ്കിൽ കൂടുതൽ ഉറങ്ങാൻ തീരുമാനിക്കും, കൂടുതൽ റെസ്റ്റ് എടുക്കാം, മടി പിടിച്ചിരിക്കും, അല്ലെ, ഇന്ന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്ക് ഉത്പാദനകരമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഭയം, ശോകം, വിഷാദം മതമേവച്ച.
അവര് ഭയത്തിലോ ശോകത്തിലോ വിഷാദത്തിലോ ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, അവർക്കുള്ളിൽ വലിയ ദുഃഖമുണ്ടാകും. ദുഃഖത്തിന്റെ കാരണം മറ്റുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ കാരണം എനിക്ക് ഇങ്ങനെ പറ്റി, ഇവൻ കാരണം അങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. രജോഗുണത്തിലുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, അവർക്ക് പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അത് രജോഗുണത്തിലുള്ള നിശ്ചയമാണ്. തമോഗുണത്തിലുള്ളവർക്ക് പ്രവർത്തിച്ച് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അവര് മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു നിശ്ചയം, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, അതിനാണ്, അത്തരത്തിലുള്ള ഒരു നിശ്ചയത്തിനെയാണ് തമോ ഗുണത്തിലുള്ള നിശ്ചയം എന്ന് പറയുന്നത്. ദുർമേധ ധൃതിസാപാർത്ഥ താമസി. സാത്വിക ഗുണത്തിലുള്ള ധൃതിയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതാണ് സാത്വിക ഗുണത്തിലുള്ള നിശ്ചയം. രജോഗുണത്തിലുള്ള നിശ്ചയം കൊണ്ട് ഭൗതികമായിട്ട് പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് രജോഗുണത്തിലുള്ള നിശ്ചയമാണ്. തമോ ഗുണത്തിലുള്ള നിശ്ചയം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു സ്വപ്നം, ഭയം, ശോകം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകി അവർ സമയം ചെലവാക്കുകയാണ് ചെയ്യുന്നത്. അത് തമോ ഗുണത്തിലുള്ള നിശ്ചയമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ബുദ്ധിയെക്കുറിച്ചും ധൃതിയെക്കുറിച്ചും സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ അനുസരിച്ച് വിഭജിച്ച് പറഞ്ഞു. ബുദ്ധിയും നിശ്ചയവും മൂന്നായിട്ട് വിഭജിച്ച് പറഞ്ഞിട്ടുണ്ട്. സാത്വികമായിട്ടുള്ള ബുദ്ധി, രജോഗുണത്തിലുള്ള ബുദ്ധി, തമോ ഗുണത്തിലുള്ള ബുദ്ധി. അതേപോലെ സാത്വികമായിട്ടുള്ള നിശ്ചയം, രജോഗുണത്തിലുള്ള നിശ്ചയം, തമോ ഗുണത്തിലുള്ള നിശ്ചയം. സാത്വികമായിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്, എന്താണ് ബന്ധിപ്പിക്കുന്നത്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഇതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത്. രജോഗുണത്തിലുള്ള ബുദ്ധി കൊണ്ട് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ധർമ്മവും അധർമ്മവും തമ്മിൽ വേർതിരിവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അയഥാവത് പ്രജാനാൻ, അങ്ങനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് രജോഗുണത്തിലുള്ള ബുദ്ധി. തമോ ഗുണത്തിലുള്ള ബുദ്ധി കൊണ്ട് ധർമ്മത്തിനെ അധർമ്മമായിട്ടും അധർമ്മത്തിനെ ധർമ്മമായിട്ടും എല്ലാം വിപരീതമായിട്ട് മനസ്സിലാക്കും. അത് തമോ ഗുണത്തിലുള്ള ബുദ്ധിയാണ്. അങ്ങനെ ബുദ്ധിയുടെ ഭേദങ്ങളെ കുറിച്ചും ധൃതിയുടെ ഭേദങ്ങളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം ഒരു കാര്യം കൂടി സത്വരജസ്തമോ ഗുണങ്ങൾ അനുസരിച്ച് ഭഗവാൻ വിഭജിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അത് ഒരു വ്യക്തി അനുഭവിക്കുന്ന സുഖങ്ങളെ കുറിച്ചാണ്. സുഖവും സാത്വികമായിട്ടുള്ള സുഖമുണ്ട്, രജോ ഗുണത്തിലുള്ള സുഖമുണ്ട്, അതേപോലെ തമോ ഗുണത്തിലുള്ള സുഖമുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 36 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങളിൽ സുഖത്തിന്റെ വിഭജനം ഭഗവാൻ പറയുന്നു. ഏതാണ് സാത്വികമായിട്ടുള്ള സുഖം, എന്താണ് രജോ ഗുണത്തിലുള്ള സുഖം, എന്താണ് തമോ ഗുണത്തിലുള്ള സുഖം എന്ന് പറയുന്നത്. അതുകൂടി നമുക്ക് വായിക്കാം. 36 മുതൽ 39 വരെയുള്ള ശ്ലോകം സുഖത്തെ കുറിച്ചാണ് പറയുന്നത്. 36 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുഖം തിദാനീം ത്രിവിധം ശൃണു മേ പരദർശഭ, അഭ്യാസാത് രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. വിവർത്തനം. ഹേ പരദർശഭ, ബന്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെ പറ്റി ഇനി പറയാം. ഇത് 3 വിധത്തിലുണ്ട്. ഭാവാർത്ഥം. ബന്ധനസ്ഥനായ ആത്മാവ് വീണ്ടും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാൻ ഇച്ഛിക്കുന്നു. അങ്ങനെ ബദ്ധാത്മാവ് ചവച്ചതിനെ തന്നെ വീണ്ടും ചവയ്ക്കുന്നു. അങ്ങനെയുള്ള ആസ്വാദനത്തിനിടയിൽ ചിലപ്പോൾ ഒരു മഹാത്മാവുമായുള്ള സമ്പർക്കത്താൽ ആ ആത്മാവ് ഭൗതികയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയെന്ന് വരാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു
ബദ്ധജീവാത്മാവ് ഇന്ദ്രിയ സുഖലബ്ധിക്കായുള്ള ഏതെങ്കിലും പ്രവൃത്തിയിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് വെറും ഒരു ആവർത്തനം മാത്രമെന്ന് സജ്ജന സമ്പർക്കത്തിലൂടെ ബോധ്യപ്പെടുമ്പോഴാണ് തൻ്റെ യഥാർത്ഥമായ കൃഷ്ണാവബോധത്തിലേക്കുള്ള ഉണർവുണ്ടാകുന്നതും സുഖമെന്ന് പറയപ്പെടുന്ന ഈ വ്യർത്ഥമായ ആവർത്തനത്തിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടുന്നതും. ശ്ലോകം 37. യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്ത മാത്ബുദ്ധി പ്രസാദജം വിവർത്തനം. ആദ്യത്തിൽ വിഷം പോലെ തോന്നിക്കുന്നതും അവസാനത്തിൽ അമൃതതുല്യവും ആത്മസാക്ഷാത്കാരം ഉണർത്തുന്നതുമായ സുഖത്തെ സാത്വിക സുഖമെന്ന് പറയുന്നു. ഭാവാർത്ഥം: ആത്മസാക്ഷാത്കാരത്തിനായുള്ള യത്നത്തിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും മനസ്സിനെ ആത്മാവിൽ കേന്ദ്രീകരിക്കാനുമായി പല നിബന്ധനകൾക്ക് വഴങ്ങേണ്ടതുണ്ട്. കർക്കശങ്ങളാണവയെല്ലാം. വിഷം പോലെ കൈപ്പേറിയതാണ്. അവയെ വേണ്ടും വിധം അനുഷ്ഠിച്ചാലാകട്ടെ അതീന്ദ്രിയാവസ്ഥയിലെത്താം. ജീവിതത്തിലെ അമൃതാസ്വാദനം അന്നാരംഭിക്കുകയായി. 38 വായിക്കണം പ്രഭു. വിഷയേന്ദ്രിയ സംയോഗാത്യ അദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം വിവർത്തനം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉളവാകുന്ന സുഖം ആദ്യത്തിൽ അമൃതതുല്യമെങ്കിലും അവസാനത്തിൽ വിഷപ്രായമാകും. രാജസമാണ് ഈ സുഖം. ഭാവാർത്ഥം: ഒരു യുവാവും യുവതിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ അയാൾ യുവതിയെ കാണാനും തൊടാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഇന്ദ്രിയങ്ങളാൽ പ്രേരിതനായി തീരും. ആരംഭത്തിൽ ഇതെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് വളരെ സന്തോഷകരമായി തോന്നും. കുറച്ചു കാലത്തിന് ശേഷമാകട്ടെ ആ സുഖം വിഷമതുല്യമാവുകയും ചെയ്യും. അവർ തമ്മിൽ പിരിയും, അല്ലെങ്കിൽ വിവാഹമോചനം നടത്തും. പിന്നെ ദുഃഖമായി, വിലാപമായി. അത്തരം സുഖം എപ്പോഴും രജോ ഗുണത്തിലുള്ളതാണ്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്നുളവാകുന്ന സുഖം ദുഃഖത്തിനെ വഴിവെക്കൂ. എല്ലാവിധത്തിലും അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാകുമാരി മാതാജി. ഹരേ കൃഷ്ണ. സുഖവും 3 തരത്തിലുണ്ട് എന്നാണ് 36ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സുഖം വിധാനി ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസ രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. 3 തരത്തിലുള്ള സുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞു. സാത്വികമായിട്ടുള്ള സുഖത്തിനെ കുറിച്ചാണ് 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം എന്നാണ് പറയുന്നത്. ഏത് സുഖമാണോ ആദ്യം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, പിന്നീട് അമൃതോപമം, പിന്നീട് സുഖമായിട്ട് തോന്നുന്നു, അങ്ങനെയുള്ള സുഖമാണ് സാത്വികമായിട്ടുള്ള സുഖം എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണം എന്താണ് പറഞ്ഞത്? നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. ദിവസം നാമം ജപിക്കണം, 16 മാല ജപിക്കണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് 16 മാല ജപിക്കാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ആദ്യമൊക്കെ 1 മാല ജപിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും അല്ലെ. എങ്ങനെയാണ് മാലയൊക്കെ ജപിച്ച് തീർക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സുഖമായിട്ട് മാറും. 16 മാല ജപിക്കും സുഖമായിട്ട്. പിന്നെ നാമം ജപിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് വളരെ സുഖമായിട്ട് തോന്നും. അതേപോലെ യമനിയമങ്ങൾ പാലിക്കുന്ന സമയത്തും എങ്ങനെയാണ് നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നോൺ വെജ് കഴിക്കാതിരിക്കുന്നത്, എങ്ങനെയാണ് ഉള്ളി വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നത്, എങ്ങനെയാണ് ചായയും കാപ്പിയൊന്നും കുടിക്കാതെ ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആദ്യം വിചാരിക്കും. അതൊക്കെ ഒഴിവാക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചായ ഒഴിവാക്കി കഴിഞ്ഞാൽ തലവേദന വരും എന്നൊക്കെ പറയും അല്ലെ. അപ്പം അതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് തന്നെ വലിയ ഭാഗ്യം എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പം ആദ്യം കയ്പുള്ളതായിട്ട് തോന്നും, ആദ്യം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നീടാണ് നമ്മൾക്ക് അതിന്റെ ബെനഫിറ്റ്, പിന്നീടാണ് നമ്മൾക്ക് അതിന്റെ പ്രയോജനം മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള സുഖങ്ങൾ സാത്വികമായിട്ടുള്ള സുഖമാണ്
അത് എന്താണ്? ആത്മബുദ്ധി പ്രസാദജം, ആത്മീയമായിട്ടുള്ള അറിവ് നേടാൻ സഹായിക്കുന്ന സുഖമാണ്. അത് ആത്മീയമായിട്ട് ഉയരാൻ നമ്മളെ സഹായിക്കുന്ന സുഖങ്ങളാണ്. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആളുകൾ ഈ ഭഗവത്ഗീത ക്ലാസ്സിൽ വരാൻ ഒക്കെ മടിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറയുമ്പോഴും നാമം ജപിക്കാൻ പറയുമ്പോഴൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നും. അപ്പൊ തന്നെ അത് തന്നെ അവർ ഒഴിവാക്കും. പക്ഷെ ആ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് അനുഭവപ്പെടും. പിന്നെ അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതാണ് സുഖം എന്ന് നമ്മൾക്ക് മനസ്സിലാവും. ഇതാണ് സുഖം, നാമം ജപിക്കുന്നതാണ് സുഖം, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതാണ് സുഖം, അല്ലെ? മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് സുഖം എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള സുഖമാണ് സാത്വികമായിട്ടുള്ള സുഖമായിട്ട് ഭഗവാൻ പറയുന്നത്. ആത്മബുദ്ധി പ്രസാദിച്ച തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം. ആദ്യം വലിയ വിഷമമായിട്ട് തോന്നും, പിന്നീട് സുഖമായിട്ട് മനസ്സിലാവും. അത് സാത്വികമായിട്ടുള്ള സുഖമായിട്ട് പറഞ്ഞു. അതിനുശേഷം രജോ ഗുണത്തിലുള്ള സുഖത്തെ കുറിച്ച് പറയുന്നു. വിഷയേന്ദ്രിയ സംയോഗ യത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്കൃതം. സാത്വികഗുണത്തിന്റെ വിപരീതമാണ് രജോ ഗുണത്തിലുള്ള സുഖം. അതെന്താണ്? ആദ്യം സുഖമായിട്ട് തോന്നും. യത്തദഗ്രേ അമൃതോപമം, ആദ്യം സുഖമായിട്ട് തോന്നും, പിന്നീട് അത് പരിണാമേ വിഷമിവ, പിന്നീടാണ് അതിന്റെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷയേന്ദ്രിയ സംയോഗ, ഓരോ ഇന്ദ്രിയത്തിനും ഓരോ വിഷയങ്ങളുണ്ട്. ആ ഓരോ ഇന്ദ്രിയത്തിനും വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത്, വിഷയം ലഭിക്കുന്ന സമയത്ത് അതിന് നല്ല സുഖമായിട്ട് തോന്നും, താൽക്കാലികമായിട്ട് സുഖമായിട്ട് തോന്നും. പിന്നീട് അത് ദുഃഖമായിട്ട് മാറും. പിന്നീടാണ് അതിന്റെ ദുഃഖവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമെല്ലാം സുഖമാണെന്ന് പറയും, പിന്നീടാണ് അതിന്റെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ആദ്യം സുഖം എന്ന് തോന്നും, പിന്നീട് ദുഃഖമാണെന്ന് മനസ്സിലാക്കുന്ന സുഖങ്ങളാണ് രജോ ഗുണത്തിലുള്ള സുഖമായിട്ട് ഭഗവാൻ പറയുന്നത്. അപ്പൊ സാത്വികമായിട്ടുള്ള സുഖമാണ് ഏറ്റവും നല്ലത്, അല്ലെ? സാത്വികമായിട്ട് കുറച്ച് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അതിന്റെ പ്രയോജനം ലഭിക്കുന്ന സുഖമാണ് സാത്വികമായിട്ടുള്ള സുഖം. അത് ആത്മീയമായിട്ട് ഉയരാൻ നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഇനി തമോഗുണത്തിലുള്ള സുഖത്തെ കുറിച്ച് 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമ്മൾ 39ഉം 40ഉം ശ്ലോകം കൂടി വായിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 39ഉം 40ഉം ശ്ലോകങ്ങൾ വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ശിവരാമൻ പ്രഭു വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. യദ്ധ്രേ ചാനുവന്ദേ ച സുഖം മോഹനം ആത്മന നിദ്രാലസ്യ പ്രമാദോധം തത്താമസം ഉദാഹൃതം. ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അബന്ധവും ആദ്യം മുതൽ അവസാനം വരെ വ്യോമോഹപരിദ്ധവും നിദ്രാലസ്യം പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്നതുമായ സുഖമാണ് താമസം. ഭാവാർത്ഥം: ആലസ്യത്തിലും നിദ്രയിലും സുഖം കാണുന്നവൻ തീർച്ചയായും താമസ സ്വഭാവിയായിരിക്കും. എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിച്ചുകൂടാ എന്നും അറിയാത്ത ഒരാളും താമസ സ്വഭാവി തന്നെ. ഈ സ്ഥിതിയിലുള്ളവർക്ക് വ്യോമോഹമേയുള്ളൂ. അവർക്ക് തുടക്കത്തിലാകട്ടെ അന്ത്യത്തിലാകട്ടെ സുഖം ലഭിക്കുന്നില്ല. രാജസ സ്വഭാവികൾക്ക് ആദ്യത്തിൽ ക്ഷണികമായൊരു സുഖ അനുഭൂതി ലഭിച്ചേക്കാം, അവസാനത്തിൽ ദുഃഖവും. താമസ സ്വഭാവികൾക്കാകട്ടെ ആദ്യവും അവസാനവും ദുഃഖം മാത്രമേ അനുഭവപ്പെടാറുള്ളൂ. ശ്ലോകം 40. ന തദസ്തി പൃഥിവ്യാം വാ ദേവേഷു വാം പുനഃ സത്വം പ്രകൃതിജൈർമുക്തം ത്രിഭിർഗുണൈഃ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. ഭാവാർത്ഥം: പ്രപഞ്ചത്തിലെങ്ങും ത്രിഗുണങ്ങളുടെ സമഗ്രമായ പ്രവർത്തനം ഏതു വിധമെന്ന് ഭഗവാൻ ചൂണ്ടിക്കാട്ടുകയാണ്.
41 വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. 41 പിന്നീട് വായിക്കാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ തമോ ഗുണത്തിലുള്ള സുഖത്തെ കുറിച്ച് പറഞ്ഞു. യദഗ്രേചാനുബന്ധേജ സുഖം മോഹനമാത്മന നിദ്രാലസ്യ പ്രമാദോത്തം താമസം ഉദാഹരണം. സുഖം മോഹനം. തമോ ഗുണത്തിലുള്ളവർ അനുഭവിക്കുന്ന സുഖം യഥാർത്ഥത്തിൽ അവിടെ സുഖമില്ല, സുഖമേ ഇല്ല. പക്ഷെ സുഖമുണ്ടെന്ന് സങ്കല്പിച്ച് അവർ പ്രവർത്തിക്കുന്നതാണ്. അതാണ് തമോ ഗുണത്തിലുള്ളവന്റെ സുഖം എന്ന് പറയുന്നത്. തമോ ഗുണത്തിലുള്ള സുഖം ആക്ച്വലി അവിടെ ഒരു സുഖമില്ല, യഥാർത്ഥത്തിൽ സുഖമില്ല. പക്ഷെ സുഖമുണ്ടെന്ന് വിചാരിച്ച് മോഹനം, സുഖമുണ്ടെന്ന് അവര് തെറ്റിദ്ധരിക്കുകയാണ്, എന്നിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. യദഗ്രേചാനുബന്ധേജ, ആദ്യത്തിലോ അവസാനത്തിലോ ഒന്നും സുഖമില്ല, പക്ഷെ ഇത് സുഖമാണെന്ന് കരുതി അവർ പ്രവർത്തിക്കുന്നത്. എന്തിനാണ് അവർ സുഖം കണ്ടെത്തുന്നത്? നിദ്രാലസ്യ പ്രമാദോത്വം തത്താമസം ഉദാഹരണം. അവര് ഒന്നുകിൽ മടിപിടിച്ചിരിക്കുന്നതിൽ അല്ലെങ്കിൽ നിദ്രയിൽ ഉറങ്ങുന്നത് വലിയ സുഖമാണ്. പകല് മുഴുവൻ ഉറങ്ങാം, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും അല്ലെ. കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സുഖമായി വിചാരിക്കും. യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് ഉണരാൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാകുന്നു കൂടുതൽ ഉറങ്ങുന്നത് അവരുടെ സമയത്തിനെ കൊല്ലുന്നതാണ്, സമയം ഇല്ലാതാക്കുന്നതാണ് എന്നവർക്ക് മനസ്സിലാക്കും. കൂടുതൽ തമോഗുണത്തിലേക്ക് നയിക്കുന്നതാണ് ഉറക്കം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ തമോഗുണത്തിലുള്ളവർക്ക് കൂടുതൽ ഉറങ്ങുന്നതാണ് സുഖമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സുഖം എന്ന് വിചാരിക്കും. അത് തമോഗുണത്തിലുള്ള സുഖമാണ്. അതല്ലെങ്കിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് സുഖമാണെന്ന് വിചാരിക്കും. അല്ലെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ എവിടെയും സുഖമില്ല. ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലോ ഒന്നും എവിടെയും സുഖമില്ല. അത് ഉപദ്രവിക്കുന്നതാണ്, തന്നെയും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ് ലഹരി ഉപയോഗിക്കുന്നത്. പക്ഷെ അത് സുഖമാണെന്ന് വിചാരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ എവിടെയും സുഖമില്ല, പക്ഷെ അത് സുഖമുണ്ട് എന്ന് അവരങ്ങനെ സങ്കല്പിച്ച് പ്രവർത്തിക്കും. അത് തമോഗുണത്തിലുള്ള സുഖത്തിന് ഉദാഹരണമായിട്ട് ഭഗവാൻ പറയുന്നത്. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് തമോ ഗുണത്തിലുള്ള സുഖം കൊണ്ടാണ്. തമോ ഗുണത്തിൽ സുഖമുണ്ടെന്ന് അവർ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ സുഖം അവരിതുവരെ അനുഭവിക്കാത്തത് കൊണ്ടാണ് തമോ ഗുണത്തിലുള്ള സുഖം മോഹനമാക്കാൻ ഇല്ലാത്ത സുഖം, സാങ്കല്പികമായിട്ടുള്ള സുഖമാണ് അവര് അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ 3 തരം സുഖത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സാത്വികമായിട്ടുള്ള സുഖത്തിൽ ആദ്യം വിഷമായിട്ട് തോന്നും, ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നീട് അതിന്റെ പ്രയോജനം നമ്മൾക്ക് ലഭിക്കും. ഇത് സുഖമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് സുഖം, ഇതാണ് യഥാർത്ഥ സുഖം അവർക്ക് ബോധ്യമാകും. സാത്വികമായിട്ടുള്ള ഗുണത്തിൽ അത് ആത്മീയമായിട്ടുള്ള സുഖമാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. അപ്പോൾ അത് സാത്വികമായിട്ടുള്ള സുഖമാണ്. രജോ ഗുണത്തിലുള്ള സുഖം ആദ്യം സുഖമാണെന്ന് തോന്നും, പിന്നീടാണ് അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അതിന് ദുഃഖമായിട്ടുള്ള വശങ്ങളുണ്ട്, ദുഃഖകരങ്ങളായിട്ടുള്ള വശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീടാണ്. അത് രജോ ഗുണത്തിലുള്ള സുഖമാണ്. തമോ ഗുണത്തിൽ യഥാർത്ഥത്തിൽ സുഖമില്ല, സുഖമുണ്ടെന്ന് സങ്കല്പിച്ച് എന്തെങ്കിലും ചെയ്യുന്നതാണ് തമോ ഗുണത്തിലുള്ള സുഖം എന്ന് പറയുന്നത്. ഇത്രയും ഭഗവാൻ സത്വരജസ് തമോ ഗുണങ്ങൾക്കനുസരിച്ച് ഒരു ജീവാത്മാവിനെ ബാധിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അല്ല, 14-ാമത്തെ അധ്യായത്തിലും 17-ാമത്തെ അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും സത്വരജസ് തമോ ഗുണങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വിഭജിച്ച് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ മാത്രമല്ല, എല്ലാ ലോകത്തിലുള്ള ജീവജാലങ്ങളെയും ഈ നിയമം തന്നെയാണ് ബാധിക്കുന്നത്. അവർക്ക് വേറെ നിയമമില്ല. ഭഗവത്ഗീതയിൽ പറയുന്ന ഈ സത്വരജസ് തമോ ഗുണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിഭജനം എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. നത്തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിചേർമുക്തം യഥേവിസ്യാത് ത്രിഭിർഗുണൈ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജന്യങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല.
അപ്പോൾ ദേവന്മാർ പോലും പ്രവർത്തിക്കുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് വിധേയരായിട്ടാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അവർ മുക്താത്മാക്കളല്ല, അവർ സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവരെല്ലാവരും ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സത്വരജസ്തമോ ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ഭഗവാൻ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരാളുടെ വിശ്വാസം, സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ച് ഒരാളുടെ വിശ്വാസം വ്യത്യസ്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലെ. സാത്വികമായിട്ടുള്ള വിശ്വാസം, രജോ ഗുണത്തിലുള്ള വിശ്വാസം, അതേപോലെ തമോ ഗുണത്തിലുള്ള വിശ്വാസം. ഒരാളുടെ ആഹാര രീതി, സാത്വികമായിട്ടുള്ള ആഹാര രീതി, രജോ ഗുണത്തിലുള്ള ആഹാര രീതി, അതേപോലെ തമോ ഗുണത്തിലുള്ള ആഹാര രീതി. അതിനുശേഷം ഒരു വ്യക്തി ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സും, ഇതെല്ലാം 3 വിധത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാത്വികമായിട്ടുള്ള യജ്ഞം, രജോ ഗുണത്തിലുള്ള യജ്ഞം, തമോ ഗുണത്തിലുള്ള യജ്ഞം. സാത്വികമായ ദാനം, രജോ ഗുണത്തിലുള്ള ദാനം, താമസികമായിട്ടുള്ള ദാനം. സാത്വികമായിട്ടുള്ള തപസ്, രജോ ഗുണത്തിലുള്ള തപസ്, തമോ ഗുണത്തിലുള്ള തപസ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അധ്യായത്തിൽ ത്യാഗം, സാത്വികമായിട്ടുള്ള ത്യാഗം, രജോ ഗുണത്തിലുള്ള ത്യാഗം, തമോ ഗുണത്തിലുള്ള ത്യാഗം. അതിനുശേഷം ജ്ഞാനം, സാത്വികമായിട്ടുള്ള ജ്ഞാനം, രജോ ഗുണത്തിലുള്ള ജ്ഞാനം, തമോ ഗുണത്തിലുള്ള ജ്ഞാനം. അതിനുശേഷം കർമ്മങ്ങൾ, സാത്വികമായിട്ടുള്ള കർമ്മം, രജോ ഗുണത്തിലുള്ള കർമ്മം, തമോ ഗുണത്തിലുള്ള കർമ്മം. സാത്വികമായിട്ടുള്ള കർത്താവ്, രജോ ഗുണത്തിലുള്ള കർത്താവ്, തമോ ഗുണത്തിലുള്ള കർത്താവ്. അതിനുശേഷം ബുദ്ധി, സാത്വികമായിട്ടുള്ള ബുദ്ധി, രജോ ഗുണത്തിലുള്ള ബുദ്ധി, തമോ ഗുണത്തിലുള്ള ബുദ്ധി. അതിനുശേഷം സാത്വികമായിട്ടുള്ള നിശ്ചയം, ധൃതി, സാത്വികം, രജോ ഗുണം, തമോ ഗുണം. അതിനുശേഷം സുഖം, സാത്വികമായിട്ടുള്ള സുഖം, രജോ ഗുണത്തിലുള്ള സുഖം, തമോ ഗുണത്തിലുള്ള സുഖം. ഇങ്ങനെ ഭഗവാൻ ഒരു ജീവാത്മാവിനെ ബാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെ എല്ലാം സത്വഗുണ രജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ച് വിഭജിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് മനുഷ്യരെ മാത്രം ബാധിക്കുന്നതല്ല, ഈ 14 ലോകങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ദേവന്മാർക്ക് പോലും ഇത് ബാധകമാണ് എന്നാണ് പറയുന്നത്. നത്തദസ്തി പൃഥിവ്യാംബ ദിവി ദേവേഷു വാപുനം. ദിവി എന്ന് പറയുന്നത് ആകാശത്ത് ജീവിക്കുന്നവരാണ്, ഉയർന്ന ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അവരും ബന്ധിതരാണ്. സാത്വികമായിട്ടുള്ള ഗുണത്തിലാണെങ്കിൽ പോലും അവര് ബന്ധിതരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്വം പ്രകൃതി ചേർമുക്തം യഥേവി സ്യാത് ത്രിപുരഗുണ. ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തരായിട്ട് ആരുമില്ല, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ആരുമില്ല എന്നാണ് പറയുന്നത്. ഈ ഭഗവത്ഗീതയിലെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഉള്ള ഗുണം അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കാം എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നത്. ഉള്ള ഗുണം വെച്ച് എങ്ങനെ മോക്ഷമാർഗത്തിലേക്ക് പോകാം, എങ്ങനെ ഭഗവാനോട് കൂടുതൽ എടുക്കാം, എങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യാം, ഈ ഗുണങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നതിന് ഭക്തിയോഗമാണ് വേണ്ടത് എന്ന് നേരത്തെ തന്നെ 14ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മാംസയോ അഭിവിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. നേരിട്ട് നിരന്തരമായിട്ട് ഭക്തിയോഗം ചെയ്തു കഴിഞ്ഞാൽ, ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുകയും ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളിൽ നിന്ന് മുക്തരാകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. ഇനി പറയാൻ പോകുന്നത്, അങ്ങനെ നേരിട്ട് ഭക്തിയിൽ വരാത്തവർക്ക് ക്രമേണ എങ്ങനെ മുക്തി നേടാം, അതിനുള്ള വഴിയാണ് പറയുന്നത്. കാരണം 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ, അല്ലെങ്കിൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയുള്ള ജ്ഞാനമാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. നേരിട്ട് ഭക്തിയോഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ കുഴപ്പമില്ല. നേരിട്ട് ഭക്തി ചെയ്തിട്ട് അവർക്ക് മുക്തി നേടാൻ സാധിക്കും. അല്ലാതെ പടിപടിയായിട്ട് എങ്ങനെ ഉയരാം എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമം ജപിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ശ്ലോകം ചെല്ലാം. ഹരേ കൃഷ്ണ.